ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 6.5 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4 ബെഡ്റൂമിന്റെ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ കാണുന്ന വീട് ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും എടപ്പള്ളി ലുലുമാളിലേക്ക് 11 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 6 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ ഞങ്ങൾക്കായി ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീതിയുള്ള പഞ്ചായത്ത് ടാറിംഗ് റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. മനോഹരമായി തന്നെയാണ് എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായി ചുറ്റുമതിലുകളെല്ലാം നമുക്ക് കാണാം. അവിടെയായി ടെക്സ്റ്റർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഏകദേശം 17 അടിയോളം നീളം വരുന്നൊരു ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിലേക്കാണ്. 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്തായി ഇന്റർലോക്ക് കട്ടയാണ് വിരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനടുത്ത് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. കിണർ വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. ചുറ്റുമതിൽ നമുക്ക് കാണാം മനോഹരമായ ഒരു ആർട്ട് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീടിന്റെ നിർമ്മാണം. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. ഇപ്പോൾ വീടിന്റെ ബാക്ക് സൈഡിലാണ് വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി നമുക്ക് ഈ വീട് കൂടാതെ 4 വീടുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു വീട് മാത്രമേ ഇപ്പോൾ ഓൾറെഡി സെയിൽ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള വീടുകളിലെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. ഡോറിന്റെയും വീടിന്റെയും ദർശനം വടക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചപ്പോൾ ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കും തന്നെയാണ്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു TV യൂണിറ്റും കൂടാതെ ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷനും നമുക്ക് കാണാം. ഈ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പർ കൂടാതെ ഒരു അക്വേറിയം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെറു മീനുകളെല്ലാം ഇട്ട് ഭംഗിയായി തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായ ഒരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പഴയകാല ഉത്തരങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന പോലെയാണ് ഇവിടെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നുമാണ് നമുക്ക് കിച്ചണിലേക്കും 2 ബെഡ്റൂമിലേക്കും പോകാനുള്ളത്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചന്റെ നിർമ്മാണം. മനോഹരമായ ഒരു ക്ലോക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന കിച്ചണിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹാങ്ങിങ് ലൈറ്റുകളും CNC കട്ടിങ്ങിൽ വരുന്ന ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് ചെല്ലാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിലായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. കിച്ചണ് കൂടാതെ പുറത്തായി നമുക്കൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് ലഭിക്കുക. ബെഡ്റൂം ഈ ഒരു സൈഡിൽ വരുന്ന ബെഡ്റൂം ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഒരു കോർണറിലായി കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറും ഒട്ടിച്ചിട്ടുണ്ട്. ബാത്റൂമിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു സ്പേസിലാണ് വീടിന്റെ മറ്റു ബെഡ്റൂം ലഭിക്കുന്നത്. ഈ ബെഡ്റൂമിന് ഏകദേശം 13.5 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്ന ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും വിൻഡോ എല്ലാം കാണാം. പാനലിംഗ് ചെയ്ത വിൻഡോകളാണ്. കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് കാണാനുള്ളത്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു ഡിസൈനോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെയാണ്. ഇനി നമുക്ക് 1ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കേസിന്റെ താഴെയായി ക്രോക്കറി ഷെൽഫുകളും ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്.
സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാൻഡിലിനായി ജിയുടെ പൈപ്പിൽ മനോഹരമായ CNC കട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായ ഒരു ഹോളിലേക്കാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഹോളിലായി TV യൂണിറ്റും കൂടാതെ ഒരു കമ്പ്യൂട്ടർ ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഈ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിട്ടുള്ളത് മൾട്ടിവുഡിൽ തന്നെയാണ്. ഇനി മുകളിലെ നിലയിലെ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. 2 ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുക. ഈ ഒരു ബെഡ്റൂം ഏകദേശം 14 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. മനോഹരമായ ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇനി നമുക്ക് നേരെ ഈ ഒരു ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണിയും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായാണ്. ഈ ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിന്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന, അതിന്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിനും അത്യാവശ്യം നല്ല വലിപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. ഇനി നമുക്ക് പോകാനുള്ളത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. അതിനു മുമ്പായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും 6.5 കിലോമീറ്റർ ദൂരത്തായി നിൽക്കുന്ന 4.5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.